സുരേഷ് ഗോപി വർഷങ്ങളായി സൂപ്പർ സ്റ്റാർ ആണ്, വർഷങ്ങളായി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നു, MP ആണ്, കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹത്തോട് മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്താണ് മുകേഷ്, ശരിയാണ്, പക്ഷേ ഏത് രീതിയിൽ തിരിച്ച് മറുപടി പറഞ്ഞു, മറുപടി പറയുക മാത്രമല്ല കയ്യേറ്റം രീതിയിലേക്ക് വരെ പോകുന്നത് നമ്മൾ കണ്ടു. മാധ്യമങ്ങളെ പഴിചാരുകയും ചെയ്തു. മാധ്യമങ്ങൾ ഉണ്ടാക്കിയ ഒരു ഭാവനാ സൃഷ്ടിയാണെങ്കിൽ എന്തിനാണ് ഈ അമ്മ സംഘടന പിരിച്ചുവിട്ടതെന്ന ചോദ്യമില്ലേ? മാധ്യമ സൃഷ്ടിയാണെങ്കിൽ എന്തിനിവർക്ക് പടിയിറങ്ങേണ്ടി വന്നു എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. മാധ്യമ സൃഷ്ടി അല്ല ഇവിടുത്തെ പ്രശ്നം. ആ സംഘടനയിലെ 506 അംഗങ്ങളുണ്ട്. ആ 506 അംഗങ്ങളിൽ ഭൂരിഭാഗവും ഇവരുടെ നടപടികളെ ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി. പൊതുസമൂഹത്തിന്റെ വികാരവും ഈ സംഘടനയ്ക്കെതിരായി വന്നു. അത് തന്നെയാണ് ഇപ്പോൾ ഈ കൂട്ടരാജിയിലേക്ക് എത്തിയത്. അതായത് മഹാനടനായ മോഹൻലാലിന് പോലും ആ സംഘടനയുടെ നേതൃത്വത്തിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ആ സംഘടനയെ നയിക്കാനും ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാനും ആ ഭരണസമിതിക്ക് കഴിയാതെ പോയത് ആ ഭരണസമിതിയിലെ പലരും കടുത്ത ആരോപണങ്ങൾ നേരിട്ടു എന്നതാണ്. ജനറൽ സെക്രട്ടറിയായി സിദ്ദിഖ് വന്നപ്പോൾ ഈ സംഘടനയെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. കാരണം സിദ്ദിഖിന് അത്തരത്തിൽ ഒരു സംഘടനാ ബോധമുള്ള ഒരാളാണ്. പക്ഷേ സിദ്ദിഖ് വലിയ ആരോപണത്തിൽ പെട്ടുപോയി. സിദ്ദിഖിന് ആ സ്ഥാനത്തിരിക്കാൻ കഴിയാതെ വന്നു. പകരം ചുമതല നൽകേണ്ടിയിരുന്ന ജോയിന്റ് സെക്രട്ടറിയും തൊട്ടു പിന്നാലെ ആരോപണ വിധേയനാകുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ സംഘടനയ്ക്ക് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു. അതോടൊപ്പം തന്നെ ഈ സംഘടനയിൽ ഉള്ള അവർ തന്നെ കടുത്ത വിമർശനം ആ സംഘടനയ്ക്കുള്ളിൽ ഉന്നയിക്കുന്നു. ഇങ്ങനെ ഈ സംഘടന പോയാൽ പോരാ, ഇതിൽ തിരുത്തലുകൾ വേണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. അവർ പരസ്യമായി തന്നെ പ്രതികരണങ്ങൾ നടത്തുന്നു. പൃഥ്വിരാജിന്റെ ഇന്നലത്തെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. അതിന് വലിയ കയ്യടിയാണ് പൊതുസമൂഹം നൽകിയത്. മാസ് ഡയലോഗുകളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നത്. അദ്ദേഹം ഈ തിരുത്തൽ ശക്തിയായി മുന്നോട്ട് വരുന്നു എന്ന സൂചനകളും അദ്ദേഹം നൽകിയിരുന്നു. ആ ഒരു വാർത്താ സമ്മേളനവും അതിലെ പ്രതികരണങ്ങളും ആ സംഘടനയ്ക്കുള്ളിൽ വലിയ പ്രതികരണങ്ങൾ ഉണ്ടാക്കി, വലിയ ചലനങ്ങൾ ഉണ്ടാക്കി. അംഗങ്ങൾക്കിടയിൽ കൂടുതൽ വിമർശനങ്ങൾ ഈ സംഘടനാ നേതൃത്വത്തിനെതിരെ ഉന്നയിക്കാനുള്ള പ്രാപ്തി ആ വാക്കുകൾ ഉണ്ടാക്കി. അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉയർന്നു വന്ന പ്രതിസന്ധികൾ, അതിനെതിരെ അമ്മയുടെ നേതൃത്വത്തിലെ പിശകുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭാരവാഹികളടക്കം രംഗത്ത് വന്ന വിഷയങ്ങൾ, ഇതെല്ലാം ചേർന്നപ്പോഴാണ് ഈ ഭരണസമിതിക്ക് പടിയിറങ്ങേണ്ടി വന്നത്. അവർക്കൊരു അടി മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വന്നു. നടിയെ ആക്രമിച്ച കേസുണ്ടായ ഘട്ടങ്ങളിലൊക്കെ തന്നെ വലിയ ആരോപണങ്ങൾ നേരിട്ടപ്പോഴൊക്കെ തന്നെ അവർ പിടിച്ചു നിന്നത് അവരുടെ താരമൂല്യവും അതോടൊപ്പം തന്നെ ആ സംഘടനയിലെ പിടിമുറുക്കവും ഒക്കെ കൊണ്ട് തന്നെയാണ്. പക്ഷേ ഇത്രയും വലിയ പ്രതിസന്ധി ആ സംഘടനയ്ക്കുള്ളിലുണ്ടായത് അതിലെ അംഗങ്ങൾ ഭൂരിഭാഗവും ഈ നേതൃത്വത്തിനെതിരെ പരസ്യ പ്രതികരണത്തിലേക്ക് പോകുമെന്ന ഘട്ടം വന്നപ്പോഴാണ് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നിരിക്കുന്നത്. ശരി, തീർച്ചയായും ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന സ്ഥിതിയിലെത്തി. അതായത് അത്രയും നാണം കെട്ട രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു കൂട്ടരാജ്യവും ഈ മൊത്തം 17 അംഗങ്ങളും രാജിവെക്കാനുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. കാരണം അത്രയും ഗുരുതരമായ ആരോപണങ്ങൾ, അത്രയും ഗുരുതരമായ ചൂഷണത്തിന്റെ കഥകളാണ് ഓരോ ദിവസവും നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജൂനിയർ ആർട്ടിസ്റ്റുകൾ മുതൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ മുതൽ ഹെയർ സ്റ്റൈലിസ്റ്റുമാർ, അങ്ങനെ എത്ര ആളുകളാണ് അവരുടെ പ്രയാസങ്ങൾ, അവർ നേരിട്ട അനുഭവങ്ങൾ, ആ ദുരനുഭവങ്ങൾ ഇപ്പോൾ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ഒരു വലിയ വിപ്ലവം തന്നെയാണ്, ഒരു ചരിത്ര നിയോഗം തന്നെയാണ്. പ്രത്യേകിച്ച് മലയാള സിനിമാ മേഖലയിൽ ഒരു ശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ. കഴിഞ്ഞ ദിവസം ദീദി ദാമോദരനോട് സംസാരിച്ചപ്പോൾ ദീദി ഉപയോഗിച്ചൊരു വാക്കുണ്ട്, ഇത് ഹെർ സ്റ്റോറിയാണ്, ഹിസ്റ്റോറിക്കലാണെന്ന് പറയുന്നുണ്ടായിരുന്നു. തീർച്ചയായും ഇത് അവളുടെ കഥയാണ്. ഇത്രയും കാലം പറയാൻ ഒരു വേദി ഉണ്ടായിരുന്നില്ല, കേൾക്കാൻ ആളുകളും ഉണ്ടായിരുന്നില്ല. രേവതി സമ്പത്തൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ എവിടെ പോയി പറഞ്ഞാലും ആരും നിങ്ങളെ വിശ്വസിക്കില്ല എന്ന് വേട്ടക്കാരൻ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, അവർക്ക് തുറന്നു പറയാനുള്ള വേദികളുണ്ട്, അവരൊപ്പം നിൽക്കാനുള്ള ആളുകളുണ്ട്. അങ്ങനെ ഇതൊരു ചരിത്ര നിയോഗമാണ്, ഇതൊരു മാറ്റമാണ്, വലിയൊരു മാറ്റമാണ്. ആ മാറ്റത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ രാജിവെക്കേണ്ടി വരികയാണ് മോഹൻലാൽ അടക്കമുള്ള 17 അംഗ അമ്മ എന്ന ആ താര സംഘടനയ്ക്ക്. അങ്ങനെ പടിയിറങ്ങുകയാണ് ഈ 17 അംഗ ഈ ടീം. ഭരണസമിതി ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുകയാണ്. അമ്മയിൽ കൂട്ടരാജിയാണ്. നിലവിലുള്ള സമിതി 2 മാസത്തേക്ക് കൂടി താൽക്കാലിക സമിതിയായി തുടരും. മറ്റൊരു അറേഞ്ച്മെന്റ് വരുന്നതുവരെ അവർ പറഞ്ഞവസാനിപ്പിച്ചതുപോലെ അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്താനും കെൽപ്പുള്ള പുതിയൊരു നേതൃത്വം അമ്മയ്ക്കുണ്ടാകും എന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ എന്ന് പറഞ്ഞാണ് എന്തായാലും ഇപ്പോൾ ഈ ഒരു കൂട്ടരാജി പിരിച്ചുവിടാനുള്ള തീരുമാനം വരുന്നത്. ബിനിൽ,
കുറെ തിരുത്തൽ ശബ്ദങ്ങൾ നമ്മൾ കേട്ടു. ഇപ്പോൾ പൃഥ്വിരാജിന്റെ ഭാഗത്ത് നിന്നലെ കൃത്യമായ ഭാഷയിൽ വളരെ ക്ലാരിറ്റിയോടുകൂടി പൃഥ്വിരാജ് പറഞ്ഞു, ആരോപണ വിധേയരുണ്ടെങ്കിൽ ആ സ്ഥാനത്ത് തുടരാൻ ഒരു അർഹതയുമില്ല. അഥവാ കുറ്റക്കാരനാണെങ്കിൽ മാതൃകാപരമായ ശിക്ഷാ നടപടി വേണം. അങ്ങനെ ശക്തമായ വാക്കുകൾ ഇപ്പോൾ ജഗദീഷിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കേട്ടു. അപ്പോൾ ഇങ്ങനെയുള്ള വാദങ്ങൾ അവർക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുമ്പോൾ ഇനി ഒരു തരത്തിലും ഒഴിവുകഴിവ് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ആരോ ഇപ്പോൾ ഇന്ന് സുരേഷ് ഗോപി പറഞ്ഞതുപോലെ വെറും ആരോപണമല്ലേ, തെളിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് ഇനി നിൽക്കാൻ കഴിയില്ല, പ്രതിരോധിക്കാൻ കഴിയില്ല എന്നത് ബോധ്യപ്പെട്ടതുകൂടിയല്ലേ? ഇനി എന്ത് പറഞ്ഞ് ഈ സംഘടനയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നത് തന്നെയാണ് അവരെ പ്രതിസന്ധിയിലാക്കിയ ഒരു ഘടകമെന്നത്. കാരണം എന്ത് പറഞ്ഞിട്ടും നിവൃത്തിയില്ലാത്ത അവസ്ഥയിലേക്ക് വന്നു. ഈ സംഘടനയുടെ നിലപാട് പുറത്തു പറയാൻ തയ്യാറായി വന്ന ജനറൽ സെക്രട്ടറിക്ക് പോലും പിഴച്ചു പോകുന്നത് നമ്മൾ കണ്ടു. മണിക്കൂർ നീണ്ട ഒരു വാർത്താ സമ്മേളനത്തിൽ സിദ്ദിഖിന് തുടർച്ചയായിട്ടുണ്ടാകുന്ന സിദ്ദിഖ് പ്രതിരോധത്തിലാകുന്നത് നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ ചില തെറ്റുകൾ സംഭവിച്ചു എന്ന് അദ്ദേഹത്തിന് തുറന്ന് സമ്മതിക്കാതെ മുന്നോട്ട് പോകാനും കഴിയാത്ത അവസ്ഥ വന്നു. അങ്ങനെ ഈ സംഘടനയ്ക്ക് പൊതുസമൂഹത്തോടും മാധ്യമങ്ങളോടും ഒന്നും പറയാനില്ലാത്ത അവസ്ഥയിലേക്ക് വന്നെത്തി. അത് കഴിഞ്ഞ കാലങ്ങളിൽ ആ സംഘടന ഓരോ വിഷയങ്ങളിലും എടുത്തിട്ടുള്ള നിലപാടുകളുടെ തിരിച്ചടി എന്ന് വേണം നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാൻ. കാരണം ഇത് ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഉണ്ടായ ഒരു പ്രതിസന്ധിയല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന് ശേഷമുണ്ടായ പ്രതിസന്ധിയുമല്ല. കൃത്യമായി പറഞ്ഞാൽ 2017 ഫെബ്രുവരി 17 ശേഷം തീർച്ചയായും അതാണ് വഴിത്തിരിവായത്. ആ പോരാട്ടമാണ് വഴിത്തിരിവായത്. ഞാൻ ബിനിലേക്ക് മടങ്ങി